ട്രിവാൻഡ്രം സൂയിസൈഡ് ക്യാപിറ്റൽ ആയിട്ട് കരുതുവാണെങ്കിൽ അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 5000 ചില്ലാൻ സൂയിസൈഡ്സ് ആണ് ഇപ്പൊ ഉണ്ടായിരുന്ന ഈ അടുത്ത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ ഏറ്റവും കുറവുള്ളത് കാസർഗോഡ് 1000 ചില്ലാനാണ്. അപ്പൊ ആ ഒരു വ്യത്യസ്തത എന്തുകൊണ്ട് ഇപ്പൊ നോർത്ത് സൗത്ത് ഓഫ് കേരള ആയിട്ട് നമുക്ക് അത് കരുതാൻ പറ്റും. പക്ഷെ ജിയോഗ്രഫിക്കൽ ഡിഫറൻസസ് അല്ല അവിടെ റീസൺ ആയിട്ട് വരുന്നത്. നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം ഒരു urban സിറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന കുറെ ആൾക്കാരുള്ള ഒരു സ്ഥലം. അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ കുറെ സിംഗിൾ ആയിട്ട് അൺമാരീഡ് ആയിട്ടുള്ള കുറെ ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് കാസർഗോഡ് നോക്കിക്കഴിഞ്ഞാൽ കുറേയും കൂടെ ട്രഡീഷണൽ വാല്യൂസ് കൂടുതൽ മുന്നിൽ നിൽക്കുന്ന ഒരു സൊസൈറ്റിയാണ് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതാണോ റീസൺ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇനിയും നമുക്ക് കുറെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഫാമിലി വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ട്രിവാൻഡ്രത്ത് കുറേയും കൂടെ സ്മോൾ ന്യൂക്ലിയർ ഫാമിലീസ് ആയിട്ട് വരികയാണ്. കാസർഗോഡ് പക്ഷെ ഇപ്പോഴും ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റം നമുക്ക് ഇനിയും കാണാൻ കഴിയുന്നുണ്ട്. ഒരു സിറ്റി ഒരു വില്ലേജ് എന്നുള്ളൊരു ഡിഫറൻസ് വരെ നമുക്ക് ട്രിവാൻഡ്രം കാസർഗോഡിൽ കാണാൻ പറ്റും. കാരണം ട്രിവാൻഡ്രത്ത് ഇപ്പോൾ തൊട്ടടുത്ത ഫ്ലാറ്റില് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5 കൊല്ലമായിട്ട് സെയിം നെയ്ബർ എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അറിയുണ്ടാവില്ല. പക്ഷെ കാസർഗോഡ് ഒരു പുതിയൊരാൾ അവിടുത്തെ ആ കുട്ടികളെ പഠിപ്പിക്കാൻ സ്കൂളിൽ ചേർന്നാൽ പോലും ആൾ എവിടെ നിന്ന് വന്നു തൊട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് ആ നാട്ടുകാർക്ക് മൊത്തം അറിഞ്ഞിട്ടാവും. ആ ഒരു സൊസൈറ്റി ഭയങ്കര ക്ലോസ് നെറ്റ് ആയിട്ടുള്ള, അതുകൊണ്ട് തന്നെ എന്തൊരു പ്രോബ്ലം ഒരാൾ ഫേസ് ചെയ്താലും മറ്റുള്ളവർ അതിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്ന് മുന്നോട്ട് വരുന്ന ഒരു സൊസൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ട്രിവാൻഡ്രത്ത് ഒരു നെവർ മൈൻഡ് ആറ്റിറ്റ്യൂഡ് പോലെ ആയി വരുന്നുണ്ട്. ഇനി അതാണോ റീസൺ എന്നും നമുക്കറിയില്ല. പക്ഷെ ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യേണ്ടിയിരിക്കുന്നു.